മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ ലോകമെമ്പാടുമുള്ള മാന്യ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിധിയില്ലാത്ത സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു ഭാഗ്യമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന് അർഹതയോ യോഗ്യതയോ ഒന്നും അധികമുള്ള ആളുകളല്ല നമ്മൾ. ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിഗണനയും സ്നേഹവുമാണ് ഈ പ്രഭാതത്തിലേക്ക് കടന്നു വരുന്നതിന്, ഈ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ സുന്ദരമായ വിരുന്ന് ആസ്വദിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നത്. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ തയ്യാറാക്കാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം ഈ പ്രഭാതത്തിൽ യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഈ വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായ വിധത്തിൽ കലഹത്തിലും വിദ്വേഷത്തിലും യുദ്ധത്തിലുമൊക്കെ കഴിയുന്ന രാഷ്ട്രങ്ങളെ പ്രത്യേകമായിട്ടും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ TV തുറക്കുമ്പോൾ, പത്രം വായിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് യുദ്ധം മൂലവും കലഹം മൂലവും നിരപരാധികളായിട്ടുള്ള ഒത്തിരി ആളുകൾ ജീവൻ വെടിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യുദ്ധവും കലഹവുമൊക്കെ അവസാനിപ്പിച്ച് രാഷ്ട്രങ്ങളും ആളുകളും സ്നേഹത്തിലും സാഹോദര്യത്തിലും സമാധാനത്തിലും കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നതിന് വേണ്ടി അവരെല്ലാവരെയും സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ വചനമാണല്ലോ നമ്മുടെ ആത്മാവിനും നമ്മുടെ മനസ്സിനുമൊക്കെ ഉണർവും ഉന്മേഷവും നൽകുന്നത്. മനുഷ്യൻ്റെ മജ്ജയിലും മാംസത്തിലുമൊക്കെ തുളച്ചു കയറി മാറ്റങ്ങളും വ്യത്യാസങ്ങളും വരുത്തുന്നതിന് ശക്തമാണ് കർത്താവിൻ്റെ വചനം. ആ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നു കഴിയുമ്പോഴാണ് വചനം മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമായിട്ടുള്ള ശക്തിയും കൃപയും നമുക്ക് ലഭിക്കുന്നത്. ആത്മീയ അഭിഷേകത്താൽ നമ്മെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് നമുക്കിപ്പോൾ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ.
അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായി ഇരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇന്നത്തെ വചനഭാഗത്ത് 1-ാം വാക്യത്തിൽ ഈശോ പറയുകയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈശോ നമ്മുടെ ജീവിതത്തിലെല്ലാം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇവിടെ എടുത്തു പറയുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ പ്രശംസകൾ പിടിച്ചു പറ്റുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ദൈവസന്നിധിയിൽ അഭികാമ്യമല്ല എന്നാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. ഒരു ബ്രിട്ടീഷ് സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നു നിക്കോളാസ് വിന്റർ. അദ്ദേഹം ജർമ്മനിയിൽ ജനിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർത്തവരായിരുന്നു. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വാൾപ്പയറ്റിൽ വിദഗ്ധനായിരുന്നു. പല സമ്മാനങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 1940 ഒളിമ്പിക്സ് പങ്കെടുക്കാനുള്ള വാൾപ്പയറ്റ് ടീമിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ആ ഒളിമ്പിക്സ് റദ്ദാക്കപ്പെടുകയും അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ സാധിക്കാതെയും പോയിരുന്നു. 1931 മുതൽ അദ്ദേഹം ഒരു ബാങ്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 1938 ഒരു ക്രിസ്മസ് അവധിക്കാലത്ത് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ക്ഷണം ലഭിക്കുന്നത് പ്രാഗിലേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. കാരണം അവിടുത്തെ അഭയാർത്ഥികളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടായിരുന്നു ആ കത്ത്. ചെക്കോസ്ലോവാക്യയുടെ തലസ്ഥാനമായിരുന്നു പ്രാഗ്. ഇപ്പോഴത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമാണ്. അദ്ദേഹം അവിടെ ഏതാണ്ട് ഒരു 3 ആഴ്ചക്കാലമേ ചെലവഴിച്ചുള്ളൂ. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നാസികൾ യൂറോപ്പ് മുഴുവൻ കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർ ചെക്കോസ്ലോവാക്യയും കീഴടക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. ഏതാനും നാളുകൾക്കുള്ളിൽ ചെക്കോസ്ലോവാക്യ കീഴടക്കും. നാസി പടയാളികൾ യഹൂദരെയെല്ലാം കുരുതി കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം അവിടെയുള്ള യഹൂദരായിട്ടുള്ളവരെ എല്ലാം അവിടെ നിന്ന് മാറ്റാനായിട്ടാണ് പരിശ്രമിച്ചത്. 1938 ബ്രിട്ടീഷിലൊരു നിയമം പാസ്സാക്കിയിരുന്നു. 17 വയസ്സിൽ താഴെയുള്ള എല്ലാ യഹൂദ ആളുകൾക്കും അഭയാർത്ഥികൾക്കും അഭയം കൊടുക്കുമെന്നും. അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് 669 ആളുകളെ ബ്രിട്ടനിലേക്ക് കയറ്റിവിടുന്നതിനായിട്ടും രക്ഷിക്കുന്നതിനായിട്ടും അദ്ദേഹത്തിന് സാധിച്ചു. ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ ചെക്കോസ്ലോവാക്യ നാസി പടയാളികൾ കീഴ് അടക്കുകയും ചെയ്തു. ഈ മനുഷ്യൻ്റെ നിക്കോളാസ് വിന്ററിൻ്റെ ശ്രമഫലമായിട്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ, യഹൂദ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുകയുണ്ടായി. പക്ഷേ അതൊന്നും അദ്ദേഹം ആരോടും പറയുകയോ ആരും അത് അറിയുകയോ ചെയ്തില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസികളുടെ തടവറയിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് ശ്രമിച്ച അനേകം പേരെ പിന്നീട് ആദരിക്കുന്നതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്യയോ ഒന്നും ആദരിച്ചില്ല. ഏതാണ്ട് 50 വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അറിയുന്നതിനും ആദരിക്കുന്നതിനുമായിട്ട് ബ്രിട്ടീഷുകാരും ചെക്കോസ്ലോവാക്യയും ഒക്കെ തയ്യാറാകുന്നത്. ഈ വിന്ററിൻ്റെ സേവനം അദ്ദേഹം ആരോടും പ്രത്യേകമായിട്ട് ഒന്നും പറഞ്ഞില്ല. ആരും അത് അറിഞ്ഞിരുന്നതുമില്ല. 1988 അദ്ദേഹത്തിൻ്റെ ഭാര്യ
അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുന്നതിനിടയിൽ ഒരു ഡയറി കണ്ടെത്തുകയുണ്ടായി. ആ ഡയറി ഒരു ഗവേഷകയ്ക്ക് അവർ കൈമാറി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ അറിയുന്നതിനും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും ഇടയായത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ചെക്ക് റിപ്പബ്ലിക്കുമൊക്കെ അദ്ദേഹത്തിന് ആദരങ്ങൾ, പരമോന്നതമായ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഈ നിക്കോളാസ് വിൻ്റൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതാണ്. അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്, താൻ ചെയ്യേണ്ടിയിരുന്നത് മാത്രമേ താൻ ചെയ്തുള്ളൂ, അതത്ര വലിയ കാര്യമായിട്ട് ഞാൻ കരുതിയിരുന്നില്ല എന്നുമാണ്. ഇത് ഒരു പേരിനും പ്രശംസയ്ക്കും വേണ്ടി ചെയ്ത ഒരു കാര്യമായിട്ട് അദ്ദേഹം കണക്കാക്കിയില്ല. മറിച്ച് അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത്. നിക്കോളാസ് വിൻ്റൻ്റെ മനസ്ഥിതിയുള്ള എത്ര പേരാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാവുക? നാം എന്തെങ്കിലും ചെയ്താൽ അത് പുറമുകളിൽ പോയി പ്രഘോഷിക്കണം, അതിനാവശ്യത്തിനും അധികം പബ്ലിസിറ്റി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതികൾ. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശരാകും, അസ്വസ്ഥരാകും, നമ്മളുടെ നിയന്ത്രണം തന്നെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നും വരും. നമ്മൾ ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവർ അറിഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. കാരണം അത് മറ്റുള്ളവർക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനമായിട്ട് അവരുടെ ജീവിതത്തിൽ മാറും. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായി ഇരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് നിന്റെ ഇടത് കൈ അറിയാതെ ഇരിക്കട്ടെ എന്നാണ്. ചെറുതും വലുതുമായിട്ടുള്ള പ്രവൃത്തികൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്, അല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി ആകരുത് എന്നാണ് ഈശോ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് സാധിക്കുന്ന നന്മകളെല്ലാം നാം എപ്പോഴും ചെയ്യണം. കാണുവാൻ ഇടയാകുന്നവരിൽ ചിലപ്പോൾ അതുവഴിയായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായെന്നും വരാം. അവർ അറിയാതെ ആയിരിക്കും അപ്രകാരം ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നന്മകൾ ചെയ്യുന്നതെങ്കിൽ അത് വളരെ ദയനീയമായിരിക്കും എന്ന കാര്യവും നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ നന്മ പ്രവൃത്തികൾ വഴി ഉണ്ടാകുന്ന മഹത്വം എപ്പോഴും ദൈവത്തിനായിരിക്കട്ടെ എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രവൃത്തികളുടെ എല്ലാം അടിസ്ഥാനമായിട്ട് നിലകൊള്ളേണ്ടത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തെ നമുക്ക് ഗൗരവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ നന്മകൾ ചെയ്യുന്ന ആളുകളായിട്ട് മാറരുത് എന്ന്. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് കൂടെ ഉണ്ടായിരുന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥര് നമുക്ക് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കാരണഭൂതരായ വിശുദ്ധരുടെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കാവൽ മാലാഖന്മാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ പിടിയിൽ നിന്നും നമുക്ക് മോചനം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തെയും ഈ ഗുഡ്നസ് ചാനലിനെയും നിങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മരിയൻ കൂടാരങ്ങളിലിരുന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് സാധിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും അറിയപ്പെടണം, ഈ ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തപ്പെടണം. അതിന് നിങ്ങളുടെ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥന ആവശ്യമാണ് എന്ന കാര്യം പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.
പരിപാവനം സുഖദായകം ആരാധ്യമാമി നിമിഷം ആത്മസൗഖ്യ നിമിഷം തിരുഹൃദയമേ തിരുഹൃദയമേ അലിവീഴും ഈശോത്തൻ കമനീയ രൂപമേ നിൻ മുന്നിൽ നിൽക്കുന്ന നിമിഷം പരിപാവനം സുഖദായകം ആരാധ്യമാമി നിമിഷം ആത്മസൗഖ്യ നിമിഷം ഹൃദയത്തിൽ ജ്വാലകളാലേ എന്നെ എന്നെന്നും ദീപ്തമാക്കൂ നിൻ തിരുഹൃദയത്തിൽ ജ്വാലകളാലേ എന്നെ എന്നെന്നും ദീപ്തമാക്കൂ വാഴേണമേ എൻ ഹൃദയത്തിലെന്നും എൻ സ്വന്ത ജീവനായി ആത്മാവിൻ സൗഖ്യമായി വാഴേണമേ എൻ ഹൃദയത്തിലെന്നും എൻ സ്വന്ത ജീവനായി ആത്മാവിൻ സൗഖ്യമായി തിരുഹൃദയമേ തിരുഹൃദയമേ അലിവീഴും ഈശോത്തൻ കമനീയ രൂപമേ നിൻ മുന്നിൽ നിൽക്കുന്ന നിമിഷം പരിപാവനം സുഖദായകം ആരാധ്യമാമി നിമിഷം ആത്മസൗഖ്യ നിമിഷം നിൻ സ്നേഹവചനങ്ങളെന്നും എന്നെ വഴി നടത്തൂ ഹൃദയമൊരുക്കാം നീ നിറയ്ക്കൂ നിൻ സ്നേഹവചനങ്ങളെന്നും എന്നെ വഴി നടത്തൂ തിരുഹൃദയമേ തിരുഹൃദയമേ അലിവീഴും ഈശോത്തൻ കമനീയ രൂപമേ നിൻ മുന്നിൽ നിൽക്കുന്ന നിമിഷം പരിപാവനം സുഖദായകം ആരാധ്യമാമി നിമിഷം ആത്മസൗഖ്യ നിമിഷം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ശിരസ് ഇപ്പോൾ നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ഈ വിരുന്നിൽ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹപൂർണമായ ഒരു പ്രഭാതവും
ഒരു ദിവസവും നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.